നമസ്കാരം. അമേരിക്കയിൽ നിന്ന് കൈവിലങ്ങ് വെച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന കഥ മാത്രമാണ് നമ്മൾ ഇതുവരെ അറിഞ്ഞത്. എന്നാൽ ഇവർ അമേരിക്കയിലേക്ക് പോകാൻ നടത്തിയ യാത്രകളുടെ വിവരം പഞ്ചാബ് പോലീസ് FIRൽ എഴുതി തളർന്നിരിക്കുകയാണ്. 39 രാജ്യങ്ങൾ വഴി ₹1 കോടി വരെ ചെലവഴിച്ചാണ് ഓരോരുത്തരും അമേരിക്കയിൽ എത്തിയത്. അതിർത്തി കടന്ന നിമിഷം തന്നെ അറസ്റ്റിലായവരാണ് 99%. കൃഷിയിടവും വീടും സ്വർണവും ഒക്കെ വിറ്റ് സമാഹരിച്ച പണം മുഴുവൻ ഇടനിലക്കാർ കൊണ്ടുപോയി. ഇവരെ വിലങ്ങണിയിച്ച് നാണം കെടുത്തി അമേരിക്ക കൊണ്ടുവന്നിറക്കിയത് സമ്പൂർണ്ണ ശൂന്യതയിലേക്കുമാണ്. ബന്ധുക്കൾ പോലും പലരെയും ഏറ്റെടുക്കാൻ കഴിയുന്ന സ്ഥിതിയിലല്ല. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. അമേരിക്കൻ മോഹത്തിൽ തകർന്നുപോയ ജീവിതങ്ങൾ. മഴനിഴൽ കാടുകൾ, പർവ്വതങ്ങൾ, വമ്പൻ തടാകങ്ങൾ, കട്ടമരങ്ങൾ, ഇങ്ങനെ അനേകം വൈതരണികളിലൂടെ അമേരിക്കയിൽ എത്തിയവരാണ് ആ വിമാനങ്ങളിൽ തിരികെ എത്തിയവരെല്ലാം. പഞ്ചാബ് പോലീസ് രജിസ്റ്റർ ചെയ്ത FIRൽ ഓരോരുത്തരുടെയും ജീവിതം സിനിമാ കഥയെ വെല്ലുന്നതാണ്. കോംറേഡ്സ് ഇൻ അമേരിക്ക എന്ന അമൽ നീരദ്, ദുൽഖർ സൽമാൻ ചിത്രത്തിൽ കാണിച്ച സാഹസിക യാത്ര ഒന്നുമല്ലെന്ന് തെളിയിക്കുകയാണ് ഈ FIRകൾ. ക്ഷീരകർഷകനായ 44-കാരൻ ഗുർവിന്ദർ സിംഗിന്റെ യാത്രയെക്കുറിച്ചുള്ള FIR തന്നെ സംഭ്രമജനകമാണ്. ഹരിയാനക്കാരായ ഏജന്റുമാർക്ക് 45 ലക്ഷം നൽകിയാണ് ഗുർവിന്ദർ യാത്ര പുറപ്പെട്ടത്. പശുക്കളെയും വീടും സ്ഥലവും ഒക്കെ വിറ്റൊഴിച്ചായിരുന്നു ആ യാത്ര. ആദ്യ 2 ശ്രമവും പരാജയപ്പെട്ടു. ആദ്യം ദുബായ് വഴി ശ്രമിച്ചു, മടക്കി അയക്കപ്പെട്ടു. രണ്ടാമത് ആംസ്റ്റർഡാം വഴി ഗിയന്ന വരെ എത്തിയെങ്കിലും തിരികെ വരേണ്ടി വന്നു. മൂന്നാമത്തെ യാത്ര തെക്കൻ അമേരിക്കയിലെ സൂറനാം വഴിയായിരുന്നു. അവിടെ നിന്ന് ഗിയന്നയിലേക്ക് 2 ദിവസം ബോട്ടിൽ, ഗിയന്നയിൽ നിന്ന് 5 ദിവസവും പനാമ കാടുകളിലൂടെ നടപ്പ്, പിന്നെ ഒരു പച്ചക്കറി ലോറിയുടെ അടിത്തട്ടിൽ ഒളിച്ചിരുന്ന് കോസ്റ്ററിക്ക വഴി മെക്സിക്കൻ അതിർത്തിയിലേക്ക്. ജനുവരി 25-ന് അമേരിക്കയിൽ പ്രവേശിച്ചു. അന്ന് തന്നെ പിടിയിലായി. ഫെബ്രുവരിയിലെ 2ാം സംഘത്തിനൊപ്പം നാട്ടിലേക്ക് മടക്കി അയച്ചു. പഞ്ചാബിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ചൈന വഴി അത്യന്തം ആപത്കരമായ പാതയിൽ പോയവരും കുറവല്ല. കെനിയ, ഗിയന്ന, ഈജിപ്ത്, ചെക്ക് റിപ്പബ്ലിക്, നൈജീരിയ, ഇറ്റലി, ദുബായ്, സ്പെയിൻ എന്നിവയൊക്കെയാണ് ഇവർ കടന്നുപോയ 39 രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിലൊക്കെയുള്ള സുരക്ഷാ വിടവുകൾ കൂടി തുറന്നു കാണിക്കുന്നുണ്ട് ഈ യാത്രകൾ. യൂറോപ്പിലെ ചില രാജ്യങ്ങളിലേക്കെങ്കിലും ടൂറിസ്റ്റ് വിസയിലും വിസിറ്റിംഗ് വിസയിലും പോയി അവിടെ നിന്ന് അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ചവരും കുറവല്ല. ആദ്യ സംഘങ്ങളിൽ മാത്രമുള്ളവർ ചെലവഴിച്ചിരിക്കുന്നത് 200 കോടിയോളം രൂപയാണെന്നാണ് നിഗമനം. അമൃത്സറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിൽ മാത്രം 44.5 കോടി രൂപ ഏജന്റുമാർക്ക് നൽകിയതായി തെളിഞ്ഞു. ഗുജറാത്തിൽ അതിലേറെ തുകയാണ് ഏജന്റുമാർ കീശയിലാക്കിയത്. പഞ്ചാബിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമാണ് അനധികൃത കുടിയേറ്റങ്ങളിൽ ഏറെയും നടക്കുന്നത്. പഞ്ചാബിൽ മാത്രം 23 FIRകളിലായി 40 ഏജന്റുമാർക്കെതിരെ നടപടി ആരംഭിച്ചു. ഏജന്റുമാർ പലരും പഞ്ചാബുകാരാണെങ്കിലും ഇപ്പോൾ താമസിക്കുന്നത് ജർമ്മനിയിലും ബ്രിട്ടനിലും ദുബായിലുമൊക്കെയാണ്. പഞ്ചാബിലെ ചെറിയ ഗ്രാമങ്ങളിൽ നിന്ന് 2 മാസം മുതൽ 1.5 വർഷം വരെ എടുത്താണ് ചിലരെങ്കിലും അമേരിക്കയിൽ എത്തിയത്. അതിർത്തി കടന്ന നിമിഷം തന്നെ പിടിയിലാവുകയും ചെയ്തു. മെക്സിക്കോ വരെ എത്തിയപ്പോൾ തന്നെ ഹതാശരായി മടങ്ങാൻ ആഗ്രഹിച്ചവർ നിരവധിയുണ്ട്. എന്നാൽ ഏജന്റുമാർ തോക്കു ചൂണ്ടി അതിർത്തി മതിൽ ചാടാൻ നിർബന്ധിക്കുകയായിരുന്നുവെന്നാണ് ചിലരുടെ മൊഴി. ആദ്യ സംഘത്തെ അമൃത്സറിലേക്ക് മടക്കി അയച്ചു എന്നറിഞ്ഞതോടെ മെക്സിക്കോയിൽ നിന്ന് മടങ്ങാൻ ഒരുങ്ങിയതാണ് ജതീന്ദർ സിംഗ്. അതിർത്തി കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പണം തിരികെ നൽകും എന്നായിരുന്നു കരാർ. അതുകൊണ്ട് തന്നെ തോക്കു ചൂണ്ടി അതിർത്തി കടന്നു എന്ന് ഉറപ്പാക്കുകയായിരുന്നു ഏജന്റുമാർ. വന്ന വഴികളിലൂടെ തന്നെ മടക്കിക്കൊണ്ടുപോകുന്നതും സാഹസികമായിരുന്നതിനാൽ അമേരിക്കൻ പോലീസിന് മുന്നിലേക്ക് കുടിയേറ്റ മോഹികളെ തള്ളിവിടുകയായിരുന്നു. പുരുഷന്മാർ മാത്രമല്ല, നിരവധി സ്ത്രീകളും കുട്ടികളുമാണ് ഓരോ സംഘത്തിലും ഉണ്ടായിരുന്നത്. ഇവരിൽ പലരും നാട്ടിൽ നല്ല വിദ്യാഭ്യാസം നേടിയവരും ഇടത്തരം വരുമാനക്കാരുമായിരുന്നു. ഇനി ജീവിതം പുനരാരംഭിക്കുക എന്നത് പലർക്കും ഏറെ ശ്രമകരമാണ്. താമസിക്കാനുള്ള സ്ഥലം മുതൽ പുതിയ തൊഴിലിടങ്ങൾ വരെ കണ്ടെത്തണം. ചിലർ കൃഷി മാത്രം ചെയ്തിരുന്നവരാണ്. മറ്റൊരു തൊഴിലും അറിയാത്ത ഇവർക്ക് ഇനി കർഷക തൊഴിലാളിയായി കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കേണ്ടി വരും. ഇന്ത്യയിൽ നിന്ന് മെക്സിക്കോ അതിർത്തി കടന്നവർ പല രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് ഒന്നുകിൽ ബ്രസീലിൽ എത്തുന്നു, അല്ലെങ്കിൽ എൽ സാൽവദോറിൽ എത്തുന്നു.
വിസയൊന്നും ഇല്ലാത്തവർക്ക് പോലും ചെറിയ കൈക്കൂലി നൽകിയാൽ ഈ രാജ്യങ്ങളിൽ നിന്ന് മെക്സിക്കോയിൽ വിമാനമിറങ്ങാം. ഒരു ടൂറിസ്റ്റ് വിസ പോലും ഇല്ലാതെയാണ് പലരും എൽ സാൽവദോറിൽ എത്തി മെക്സിക്കോയിലേക്ക് വിമാനം കയറിയത്. ബ്രസീലിൽ നിന്ന് ഒരു രേഖകളുമില്ലാതെ 9 രാജ്യങ്ങൾ വഴി സഞ്ചരിച്ച് മെക്സിക്കോയിൽ എത്തിയവരുമുണ്ട്. ബൊളീവിയ, പെറു, ഇക്വഡോർ, കൊളംബിയ, പനാമ, കോസ്റ്ററിക്ക, നിക്കരാഗ്വ, ഹോണ്ടുറാസ്, ഗോട്ടിമാല എന്നീ രാജ്യങ്ങൾ വഴിയാണ് ബ്രസീലിൽ നിന്ന് മെക്സിക്കോയിൽ എത്തിയത്. ഇത്രയേറെ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഒരു ലാഭവുമില്ലാതെ അമേരിക്കൻ യാത്രയ്ക്ക് ഇടത്താവളങ്ങൾ ആവുകയാണ്. ഇതിൽ ഏറ്റവും സങ്കടകരമായ വസ്തുത യാത്ര ആരംഭിക്കുമ്പോൾ മുതൽ ഏജന്റുമാർ നാട്ടിൽ നടത്തുന്ന പണപ്പിരിവാണ്. പോയവർ കോസ്റ്ററിക്കയിലും ഇക്വഡോറിലും ഒക്കെ ജയിലിലായെന്നും ഇറക്കാൻ പണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് ബന്ധുക്കളെ സമീപിക്കുന്നത്. ബന്ധുക്കൾ ശേഷിക്കുന്ന സ്വത്തുകൂടി വിറ്റ് ഇവർക്ക് വഴിയൊരുക്കും. മറ്റു ചില ഏജന്റുമാർ ഘട്ടം ഘട്ടമായാണ് പണം വാങ്ങിയത്. മുൻകൂട്ടി തീരുമാനിക്കുന്ന ദിശയിലെ യാത്രയ്ക്ക് ഓരോ രാജ്യത്തും എത്തുമ്പോൾ ബന്ധുക്കൾ പണം കൈമാറണം എന്നാണ് കരാർ. പെറുവിലും ഇക്വഡോറിലും കൊളംബിയയിലും ഒക്കെ എത്തി എന്ന് കുടിയേറ്റക്കാർ അറിയിക്കുമ്പോഴാണ് ബന്ധുക്കൾ അതത് ഘട്ടത്തിലെ പണം കൈമാറുന്നത്. വിജയിക്കാൻ 1% മാത്രമേ സാധ്യതയുള്ളൂ എങ്കിലും മെക്സിക്കോ അതിർത്തി കടന്നാൽ പ്രതിസന്ധി ഇല്ലെന്നാണ് ഏജന്റുമാർ വിശ്വസിപ്പിച്ചിരുന്നത്. പിടിയിലാകുന്നവർ വളരെ കുറച്ചേ ഉള്ളൂവെന്നും രക്ഷപ്പെട്ടവരാണ് ഏറെയും എന്നുള്ള കഥകൾ വിശ്വസിക്കുകയായിരുന്നു സാധാരണക്കാർ. ഇടത്തരം സാമ്പത്തിക സ്ഥിതിയുള്ളവരുടെ കാര്യത്തിൽ ഒരു വസ്തുത കൂടിയുണ്ട്. ഇന്ത്യയിൽ ഭേദപ്പെട്ട് നിൽക്കുന്നതിനേക്കാൾ അമേരിക്കയിൽ അടിമ സമാനമായ ജോലിക്ക് പോകാനാണ് പലരും താല്പര്യപ്പെട്ടത് എന്ന വസ്തുത. ആ അഭിവാഞ്ചയാണ് ഓരോരുത്തരെയും വലിയ കെണിയിൽ എത്തിച്ചത്. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ. നമസ്കാരം.